നമ്മളെ വൈതളങ്ങ കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ വൈതളങ്ങ കായ്ച്ച് നിൽക്കണേ. ഇതിന്മേ 2 എണ്ണം ഉണ്ട് കേട്ടോ ഈ തൈമ. പിന്നെ അത് കുറേ ആമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തൈമല് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ മുറ്റത്ത് വെച്ചതാണ്. ഇത് കണ്ടില്ലേ? ഇത് വൈതളങ്ങ ആമ്പത്തിന് വെച്ചതാട്ടോ ഫസ്റ്റ് ഉണ്ടായത്. ഇത് മഞ്ഞ കളറായിരിക്കും. ഇതിമ്മുണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോൻപായിട്ട് മടിയാണ് എടുക്കാൻ, ഇതുണ്ടാക്കലില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എടുക്കണം. പിന്നെ ഇതിമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് പൊന്നാങ്കണ്ണി ചീര ആവശ്യമുള്ളവർക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പറിച്ച് കുറേ ചട്ടിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ചേർക്കുന്നതാണ്. പനിക്കൂർക്ക അതും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ തൈതാമച്ചീര ഉണ്ട്. ഇത് ആവശ്യമുള്ളവർ പറഞ്ഞോളൂ. നമ്മൾ പൊന്നാങ്കണ്ണി ചീരയും തൈതാമച്ചീരയും പനിക്കൂർക്കയൊക്കെ കുറേ അയച്ചു തരും കേട്ടോ. അപ്പോൾ എല്ലാ മുതലും നമ്മളെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പറ്റുന്ന മൂത്രക്കല്ലിനൊക്കെ ഇതിൻ്റെ പേര് നമ്മളെ എരുമാപ്പൊടിച്ചി എന്ന് പറയും കേട്ടോ. പിന്നെ ഇത് നമ്മളെ അഗസ്ത്യച്ചീര. ഇതൊരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ കറ്റാർവായ. പിന്നെ നമ്മളെ ഇതിന് ഞങ്ങൾ കടലാസും മുഖം എന്ന് പറയും. നിങ്ങളെന്താ പറയുക? പോകണമെന്നില്ലേ? അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരോ ചെടികളാണ്. ഈ ചെടീൻ്റെ വിത്ത് കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? അങ്ങനെ ഇവിടെ പലതും ഉണ്ട് ഗായ്സ്. പിന്നെ ഇത് ആന്തൂറി. ഇത് റോസ് ആന്തൂറിയാട്ടാ. ഇത് ഓർക്കിഡ്. പിന്നെ ചുമപ്പ് ആന്തൂറിയുണ്ട് കേട്ടോ. പൂ കിട്ടിട്ടില്ല. പിന്നെ റോസാപ്പൂവ് കണ്ടില്ലേ ഇങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ ചെടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊറിയർ അയച്ചു തരും കേട്ടോ. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ തൈയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പറഞ്ഞോളൂ, ഞാൻ കൊറിയർ അയച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ കോവക്കൻ്റെ വള്ളി സുന്ദരമായിട്ട് പടർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ വള്ളി നമ്മളെ വിയറ്റ്നാം പ്ലാവിൻ്റെ ചൂട്ട് ഞാൻ കൊടുന്ന് വെച്ചതായിരുന്നു. ജിമ്മിന് പോയപ്പോൾ അവിടെ അങ്കനവാടി കണ്ടപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ആവശ്യമില്ലേ? പിന്നെ ഞാനിപ്പോൾ ഭയങ്കര ആവശ്യമായിപ്പോയി. ഇവിടെ ഉണ്ട് കേട്ടോ അഗസ്ത്യച്ചീര. ഇതൊക്കെ വിത്ത് പാകിയതാണ്. പിന്നെ ഇവിടെ ഒരു മുളക് തൈ ഉണ്ട്, നാരങ്ങ തൈ ഉണ്ട്, ജാതി തൈ ഉണ്ട്. അങ്ങനെ എല്ലാ തൈകളുണ്ട്. ഇത് നമ്മളെ പ്ലാവ്, വിയറ്റ്നാം പ്ലാവിൻ്റെ കുരുവാണ് കേട്ടോ. ഇവിടെ നമുക്കൊരാൾ ചക്ക തന്നപ്പോൾ തിന്നാണ് കുരു ഇവിടെ പാകിയത് മുളച്ചതാണ്. പിന്നെ അത് ഓറഞ്ച് തൈയാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കറിവേപ്പില ഉഷാറാവണുണ്ട്. പിന്നെ നമ്മൾ ഡ്രാഗൺ. ഇതൊക്കെ മൾബറിയാണ് കേട്ടോ. അതിന്മേൽ 2 കുഞ്ഞു മൾബറി കണ്ട കായ്ച്ചിക്കണ്. ഒന്നിവിടെ താഴത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിന്മേൽ ഇടയ്ക്കിടയ്ക്ക് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാമ്പ. പിന്നെ ഇതിൻ്റെ ജാതി. ഇഷ്ടംപോലെ ജാതിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മളെ എന്താണ് ആ പുളി, ചെതരപ്പുളി എന്നൊക്കെ പറയും. ഇരുമ്പമ്പുളി എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ അതൊരു ജാതി. പിന്നെ പേരയ്ക്ക. പിന്നെ റംബൂട്ടാൻ. പിന്നെ ജാതിത്തൈ, കുറ്റിക്കുരുമുളക് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതൊരു ജാതിത്തൈ. അവിടെ ഡ്രാഗൺ ഉണ്ട്. ആ തൂണമ്മ അവിടെ ജാതിത്തൈ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ നാരങ്ങ കണ്ടോ? നാരങ്ങ ഇതിന്മേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോ. പിന്നെ ഇത് ഇൻസുലിൻ പ്ലാന്റ് ആട്ടോ. അതിൻ്റെ ഷുഗർ രോഗികൾക്ക് ഇങ്ങനെ ചവച്ചരച്ച് തിന്നണത് നല്ലതാട്ടോ.